9 നൂറ്റാണ്ട് പ്രതിഫലം വാങ്ങാതെ ഗുരുക്കന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിനായി എടമുട്ടത്ത് തോൽപ്പാവക്കൂത്ത് നടത്താൻ എത്തുന്നവരാണ് പട്ടാമ്പിയിലെ കളരിക്കൽ തറവാട്ടുകാർ. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലാണ് 7 രാവുകളിലായി ശ്രീരാമചരിതം മുഴുവൻ നിഴൽ പാവകളായി ഇവർ അവതരിപ്പിക്കുന്നത്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പട്ടാമ്പിയിലെ കളരിക്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് പൂർവികർ തുടങ്ങിവെച്ച ആചാരം തുടരുന്നത്. പട്ടാമ്പിയിൽ നിന്നുള്ള പണിക്കന്മാർ എത്തിയാൽ അതാണ് കൊടിയേറ്റ സമയം. ശ്രീരാമചരിത്രത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെ തോൽപ്പാവക്കൂത്തിൽ ആസ്വാദകർക്ക് പകർന്നു നൽകും. പാതിരാ നേരത്ത് നടക്കുന്ന കൂത്തിൽ തിരിയിട്ട നാളികേരമുറി വിളക്കുകളുടെ വെളിച്ചത്തിൽ പാവകളെ ചലിപ്പിക്കുമ്പോൾ വലിച്ചു കെട്ടിയ വെള്ളത്തുണിയിൽ തെളിയുന്ന നിഴലുകളായാണ് കൂത്ത് ജനങ്ങൾ ആസ്വദിക്കുന്നത്. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾ ഫലിതത്തിന്റെ മേമ്പൊടിയിൽ ചെണ്ടയുടെ അകമ്പടിയോടെയാകുമ്പോൾ കൂത്തിന് ആസ്വാദ്യതയേറും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാരണവന്മാർ ഈ ക്ഷേത്രത്തിന് സമീപത്തെ മണൽപ്പരപ്പിലിരുന്ന് തോൽപ്പാവക്കൂത്തിലെ കമ്പരാമായണ ഭാഗത്തിലെ വരികൾ ചൊല്ലിയത് കണ്ട് ഭഗവതിയുടെ ആജ്ഞപ്രകാരം കോമരമെത്തി വരും വർഷങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ കൽപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ തോൽപ്പാവക്കൂത്ത് ആദ്യമായി ഇവിടെ ആരംഭിച്ചത് ഞങ്ങളുടെ പട്ടാമ്പി കളരിക്കൽ തറവാട്ടിൽ നിന്നാണ്. പണ്ടെങ്ങോ ഒരു കാരണന്മാർ ഇവിടെ വന്ന് അവര് തോൽപ്പാവക്കൂത്തിന്റെ കമ്പരാമായണത്തിലെ വരികൾ ഇവിടെ തീർത്ഥാടനത്തിന് വന്നപ്പോൾ ഈ മണൽപ്പരപ്പിൽ വെച്ച് ചൊല്ലി എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. അങ്ങനെ ഇവിടെ കോമരം വന്ന് എനിക്ക് കമ്പനാടകം വേണം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടാണ് പിറ്റത്തെ വർഷം മുതൽ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് 7 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് നടത്തൽ എന്ന് ആണ് ഐതിഹ്യം. രോഗപീഠകൾക്കും വളർത്തുമൃഗങ്ങൾക്കും വേണ്ടി കൂത്തിൽ നാടകം എന്ന പേരിൽ ഷീട്ടാക്കി വഴിപാട് കഴിക്കുന്ന ചടങ്ങുമുണ്ട്. ഇതിനായും രാത്രിയിൽ ഉറക്കമിളച്ച് പലരും കൂത്തമ്പലത്തിൽ എത്താറുണ്ട്. 20 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്നതും കൂത്ത് കാണാൻ വരുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാടകം എഴുതിക്കലാണ്. അത് നാടകം കാണാനും ഒരു വഴിപാടായിട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിച്ചു കിട്ടാനായിട്ടുള്ള വഴിപാടാണ് നാടക വഴിപാട്. നിഴൽപ്പാവക്കൂത്തിന്റെ പാരമ്പര്യവും ഐതിഹ്യവും വരും തലമുറകൾക്കും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ. TCV തൃശൂർ.